തിരുവനന്തപുരത്തെ ശംഖുമുഖം കടൽത്തീരം നാവികസേനയുടെ കരുത്ത് നാട്ടുകാർക്ക് മുന്നിൽ വെളിവാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് പൂർണ്ണമായും അനുഭവവേദ്യമാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. കടലെടുത്ത തീരത്ത് കൃത്രിമ തീരം പണിതാണ് നാവികസേന തങ്ങളുടെ യുദ്ധക്കോപ്പുകൾ പൊതുദർശനത്തിനായി അണിനിരത്തുന്നത്. തിരുവനന്തപുരം നിവാസികൾക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സവിശേഷമായ ഒരുക്കങ്ങളുടെ സൂചനകൾ തങ്ങളുടെ ആകാശത്ത് കാണാനായത് കൗതുകമുളവാക്കി. ഡിസംബർ 3 നടക്കുന്ന നാവികസേന ഓപ്പറേഷൻ ഡെമോയുടെ ഒരുക്കങ്ങളുടെ ഭാഗമായി നാവികസേന വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ചീറിപ്പായുന്നതും പാരാ ഡ്രോപ്പിംഗ് കാഴ്ചകളുമൊക്കെ വളരെ ആകാംക്ഷ ജനിപ്പിച്ചിട്ടുണ്ട്. ഡിസംബർ 4 നേരത്തെ ഓപ്പറേഷൻ ഡെമോ നിശ്ചയിച്ചിരുന്നതെങ്കിലും മുഖ്യാതിഥിയായി എത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സൗകര്യാർത്ഥം ഒരു ദിവസം മുമ്പേ ആക്കുകയായിരുന്നു. രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ നാവികസേന തങ്ങളുടെ യുദ്ധക്കോപ്പുകളും കാഴ്ചാ വിസ്മയങ്ങളും ശംഖുമുഖം തീരത്ത് അണിനിരത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അതൊരു സമാനതകളില്ലാത്ത പ്രദർശനമാകും. P-8 നെപ്റ്റ്യൂൺ എയർക്രാഫ്റ്റ്, ചേതക് ഹെലികോപ്റ്റർ, സീക്കിംഗ് ഹെലികോപ്റ്റർ, MH-60R ഹെലികോപ്റ്റർ, INS സുജാത, INS ഷെൽക്കി മുങ്ങിക്കപ്പൽ, INS കൊൽക്കത്ത, INS തൃശൂർ, ഡോർണിയർ 228, ബേഹോക്ക് എയർക്രാഫ്റ്റ് തുടങ്ങിയ വൈവിധ്യമാർന്ന കാഴ്ചകൾ നാവികസേന അന്നേ ദിവസം അണിനിരത്തുന്നുണ്ട്. നാവികസേന ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 3 നടക്കുന്ന ഓപ്പറേഷൻ ഡെമോയ്ക്ക് മുന്നോടിയായി ഞായറാഴ്ച റിഹേഴ്സൽ സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ പടക്കപ്പലുകളും മേഘങ്ങളെ കീറിമുറിച്ച് യുദ്ധവിമാനങ്ങളും ശംഖുമുഖത്ത് അണിനിരക്കുമ്പോൾ ഇതുവരെ കാണാത്ത ഒരു അപൂർവ പ്രദർശനത്തിനാണ് തിരുവനന്തപുരത്തെ ഈ സുന്ദരമായ കടൽ തീരം സാക്ഷ്യം വഹിക്കുക. ആഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി ശംഖുമുഖം കടപ്പുറത്ത് സംഘടിപ്പിച്ച ഫുൾ ഡ്രസ് റിഹേഴ്സൽ ശ്രദ്ധേയമായി. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഫുൾ ഡ്രസ് റിഹേഴ്സൽ നാവികസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന പോർ വിമാനങ്ങളുടെയും പോരാട്ട കപ്പലുകളുടെയും അഭ്യാസ പ്രകടനങ്ങൾക്ക് വേദിയാവുകയായിരുന്നു. ഇന്ത്യയുടെ പോർ കപ്പലുകളായ INS ഇംഫാൽ, INS ഉദയഗിരി, INS കൊൽക്കത്ത, INS കമാൽ, പായ് കപ്പലുകളായ തരംഗിണി, സുന്ദർശിനി, മിസൈൽ കില്ലർ ബോട്ടുകൾ, അന്തർവാഹിനി തുടങ്ങിയവയെ അണിനിരത്തി നടത്തിയ റിഹേഴ്സൽ വിസ്മയ കാഴ്ചയായി. വിമാനവാഹിനിയായ INS വിക്രാന്തിൽ നിന്നുള്ള മിഗ് വിമാനങ്ങളുടെ ടേക്ക് ഓഫും ഹെലികോപ്റ്ററിൽ നിന്നുള്ള എയർ ലിഫ്റ്റിംഗ്, പാരാഗ്ലൈഡിംഗും ഉൾപ്പെടെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ സേനയുടെ കൃത്യതയുടെയും മികവിന്റെയും പ്രതീകങ്ങളായി. 8000 പേരെ ഉൾക്കൊള്ളാവുന്ന പവലിയനാണ് ശംഖുമുഖത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. തീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അഭ്യാസ പ്രകടനങ്ങൾ അനുഭവവേദ്യമാകും. പ്രദർശനം കാണാൻ പൊതുജനങ്ങൾക്ക് സൗകര്യമുണ്ടാക്കാനായി സംസ്ഥാന ഭരണകൂടം നിരവധി ഒരുക്കങ്ങൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു. നാവികസേന ഓപ്പറേഷൻ ഡെമോ കാണാൻ ശംഖുമുഖത്ത് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും KSRTCയും സൗകര്യമൊരുക്കിയിട്ടുണ്ട്.